നീറ്റ് പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ കയ്യേറ്റം ചെയ്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു KSU. എല്ലാ ക്യാമ്പസുകളിലും ക്ലാസുകൾ ബഹിഷ്കരിക്കും. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കാനും KSU അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, ഏതായാലും പരീക്ഷാ ക്രമക്കേട് ഒപ്പം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുണ്ടായ ആ സംഘർഷത്തിൽ അവർക്കെതിരെ ഉണ്ടായ വിഷയങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് KSU സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഓണപ്പരീക്ഷയുടെ സമയം കൂടിയാണ്. ആ സമയത്താണ് ഈ വിദ്യാഭ്യാസ ബന്ദ് എന്നും നോക്കേണ്ടതുണ്ട്. അശ്വതി, മായ, സംസ്ഥാന വ്യാപകമായി ഇന്ന് വിദ്യാഭ്യാസ ബന്ദാണ് KSU ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിൽ ക്യാമ്പസുകളെല്ലാം തന്നെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ ഇതിനോട് സഹകരിക്കണമെന്ന് KSU ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ കോലം കത്തിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചുള്ള വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനാണ് KSU ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലടക്കം ഉണ്ടാകും. കൊച്ചിയിൽ 5000-ഓളം പേർ പങ്കെടുക്കുന്ന പ്രതിഷേധ പ്രകടനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് BSNL ഓഫീസ് വരെ നീളുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം. സമാനമായ രീതിയിൽ മറ്റ് ജില്ലകളിലുമൊക്കെ ജില്ലാ കേന്ദ്രങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്നുണ്ടാകും. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ അലയൊലികൾ അതെല്ലാം കേരളത്തിൽ കൂടി ഉണ്ടാവുകയാണ്. വിദ്യാർത്ഥികളെല്ലാം ഇന്ന് നിരത്തിലിറങ്ങും എന്നാണ് KSU വ്യക്തമാക്കുന്നത്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരോടും KSU പ്രവർത്തകർ മാത്രമല്ല മറ്റെല്ലാ വിദ്യാർത്ഥികളും ക്ലാസുകൾ ബഹിഷ്കരിക്കണം എന്ന് KSU ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ജൂലൈ 24, അതായത് നാളെ അഖിലേന്ത്യാ പണിമുടക്കിനാണ് SFIയും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തിൽ, ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന വ്യാപകമായിട്ട് കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് പോവുകയാണ്. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്നു മുതൽ കേരളത്തിൽ കാണാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പലയിടത്തും അത് ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ പോകുന്ന സ്ഥിതി ഉണ്ടായി. ഇന്നും സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിൽ 5000-ഓളം പേർ പങ്കെടുക്കുന്ന പ്രകടനം ഉണ്ടാകുമെന്നൊക്കെയാണ് KSU അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്ര വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അത് സംസ്ഥാന വ്യാപകമായി ഉണ്ടാകും. ജില്ലാ കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ മറ്റ് ഇടങ്ങളിലും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഡൽഹിയിലുള്ളതുപോലെ സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം കേരളത്തിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ഉണ്ടാകുമോ എന്നതാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് മുൻപ് രാവിലെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രകടനങ്ങളോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാമായ